ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഈ ഒരു മാസം ദാമോദര മാസമാണ്. അതായത് ഭഗവാനും ഭഗവാന്റെ ഭക്തർക്കും വൃന്ദാവനവാസികൾക്കൊക്കെ അത്രമേൽ പ്രിയപ്പെട്ട ഒരു മാസമാണ് ഈ ഒരു മാസം. കാരണം ഭഗവാന്റെ അനേകം ലീലകൾ അരങ്ങേറിയ മാസമാണ് ദാമോദര മാസം. അപ്പോൾ ഈ ദാമോദര മാസത്തിലാണ് ബഹുളാഷ്ടമി വരുന്നത്. ഈ വർഷം അത് 2025 അത് ഒക്ടോബർ 14 ബഹുളാഷ്ടമി വരുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഈ ബഹുളാഷ്ടമി? രാധാകുണ്ടും ശ്യാം കുണ്ടും, വൃന്ദാവനത്തിലെ വളരെയധികം ശ്രേഷ്ഠമായ 2 കുളങ്ങളാണ് ഈ രാധാകുണ്ടും ശ്യാം കുണ്ടും. ഭഗവാന്റെയും രാധാദേവിയുടെയും പേരിൽ അറിയപ്പെടുന്ന കുളമാണ്. അപ്പോൾ ബഹുളാഷ്ടമി ദിവസമാണ് ഈ 2 കുളങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആരാണ് ഈ ബഹുള, എന്താണ് ബഹുളാഷ്ടമി എന്നൊക്കെ നിങ്ങൾക്ക് ഏവർക്കും സംശയം ഉണ്ടാവും അല്ലെ. ഈ ബഹുള എന്നത് ഭഗവാന്റെ ഗോശാലയിലെ ഒരു പശുവിന്റെ പേരാണ് കേട്ടോ. വളരെയധികം ശ്രേഷ്ഠതയുള്ള, ഒരുപാടധികം നല്ല സ്വഭാവമുള്ള ഒരു പശുവാണ് ബഹുള. ധാർമ്മികത മുറുകെ പിടിക്കുന്ന ഒരു പശുവാണ് ബഹുള. ഈ ബഹുളയെ ഭഗവാൻ വലിയൊരു സ്ഥാനം കൊടുത്ത് ആചരിക്കുകയാണ്. അപ്പൊ ആ ദിവസമാണ് ഈ 2 കുളങ്ങളും ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കഥയുടെ ഒരു കടപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അധികം താമസിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക്, എങ്ങനെയാണ് ഈ കഥ വരുന്നത് എന്ന് നോക്കാം. ഒരിക്കല് ബഹുള എന്ന ആ പശു അതിന്റെ കുഞ്ഞുമായിട്ട് ഇങ്ങനെ മേഞ്ഞുകൊണ്ട് നടക്കായിരുന്നു കേട്ടോ. കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ട്, അത് മാത്രമല്ല കുഞ്ഞിന് ചെറിയ ചെറിയ പുല്ലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് തിന്നാനായിട്ട്. അപ്പോൾ വളരെ രസമാണല്ലേ പശുക്കൾ അതിന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പരിപാലിക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ അവര് അതിസന്തോഷമായിട്ട് ഇങ്ങനെ മേഞ്ഞുകൊണ്ട് നടക്കായിരുന്നു. അപ്പോഴാണ് വൃന്ദാവനത്തിന്റെ ഉൾക്കാടുകളിൽ നിന്ന് ഒരു പുലി അവർക്ക് നേരെ വരുന്നത്. പുലിയാണെങ്കിൽ അതിന്റെ ആ ഒരു ഇരയെ കണ്ടെത്തിയതിന്റെ സന്തോഷത്തില് ഈ ബഹുളയെ തിന്നാനായിട്ടാണ് ബഹുളയുടെ മുന്നിലേക്ക് ചാടി വരുന്നത്. അപ്പോൾ പുലിയെ കാണുന്ന മാത്രയിൽ തന്നെ ബഹുളയും അതിന്റെ കുഞ്ഞൊക്കെ വളരെയധികം പേടിച്ചിട്ട് അങ്ങനെ വളരെയധികം പേടിക്കുന്നുണ്ട്. അങ്ങനെ അവര് 2 പേരും ഓടാനായിട്ട് തുടങ്ങി. അങ്ങനെ ഓടി ഓടി ബഹുള കുഞ്ഞിന്റെ കൂടെ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓടുമ്പോൾ കൂട്ടം തെറ്റി പോവുകയാണ് ചെയ്യുന്നത്. ബഹുളയെ പിടിക്കാനായിട്ട് ആ പുലി പിന്നാലെ അതിശക്തിയോടുകൂടി തന്നെ ഓടുന്നുണ്ട്. അങ്ങനെ കുറെ ദൂരം ഓടിയതിനു ശേഷം ബഹുളയ്ക്ക് മനസ്സിലാവുകയാണ് താൻ ഇപ്പോൾ തന്റെ കുഞ്ഞുങ്ങളും മാത്രമല്ല മറ്റു പശുക്കളുമുള്ള സ്ഥലത്ത് നിന്ന് വളരെയധികം അകലെ എത്തിയിരിക്കുന്നു എന്ന്. അപ്പൊ ബഹുള മെല്ലെ നിൽക്കുകയാണ്, അതായത് ഓട്ടം നിർത്തി അവിടെ നിന്നു. അപ്പൊ ബഹുള നിന്നത് കണ്ടിട്ട് ഈ പുലി ബഹുളയുടെ മേലെ കയറി ഇങ്ങനെ ചാടി പോവാനായിട്ട് തുടങ്ങി. അപ്പൊ ബഹുള ആ പുലിയോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇന്നലെ ജന്മം നൽകിയതേ ഉള്ളൂ. ഇന്നലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന് പാല് കൊടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അപ്പോൾ ജനിച്ച കുഞ്ഞിന് വേണ്ടുവോളം അതിന് പാല് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. അപ്പോൾ ഞാൻ അതിന് പാല് കൊടുത്തിട്ട് നിൻ്റെ ഇരയാവാനായിട്ട് ഞാൻ ഉറപ്പായിട്ടും നിൻ്റെ അടുത്തേക്ക് തന്നെ വരാം. അതുകൊണ്ട് എന്നെ എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് അനുവദിക്കണം. ഞാൻ അതിനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീ ഓടിച്ചാടി വന്നത്. അപ്പോൾ എനിക്ക് അതിന് വേണ്ട രീതിയിലുള്ള പാലോ അല്ലെങ്കിൽ പുല്ലോ ഒന്നും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് എന്നെ വിടണം എന്ന് പറഞ്ഞിട്ട് ബഹുള ആ ഒരു പുലിയോടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കാടിൻ്റെ നിയമം എന്ന് പറയുന്നത് ഇരയ്ക്ക് വേണ്ടി മാത്രമേ നമ്മളൊരു മൃഗത്തിനെ ആക്രമിക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ആ മൃഗത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നില്ലേ, അതായത് വെറുതെ ആക്രമിച്ച് അതിങ്ങനെ കടന്ന് മരിക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ, അതിനു വേണ്ടി ഒരിക്കലും ഒരു മൃഗത്തിനെ ആക്രമിക്കാനായിട്ട് പാടില്ല. ഇരയായിട്ട് ഭക്ഷിക്കാൻ വേണ്ടി മാത്രമേ ആക്രമിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയുന്ന ബഹുളപ്പ് ഇതൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ പുലിക്ക് ഒട്ടും തന്നെ ബഹുളയെ വിശ്വാസമില്ല. കാരണം ഇപ്പൊ വിട്ടു കഴിഞ്ഞാൽ അത് പോയത് തന്നെയാണ്. പിന്നെ വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട് പറ്റില്ല. കാരണം അവിടെ മുഴുവൻ കൃഷ്ണന്റെ സ്ഥലമാണ് അല്ലേ. അപ്പോൾ കണ്ണന്റെ സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ ആ വേണുഗാനം കേട്ടിട്ട് അങ്ങനെ കൊല്ലാനോ, അത് മാത്രമല്ല കൊല്ലാനും തിന്നാനുള്ള ആ ഒരു ബുദ്ധിയൊക്കെ അങ്ങോട്ട് പോവും. അപ്പൊ വിശന്നിട്ട് ഇരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന പുലി ബഹുളയെ വിടുന്നേ ഇല്ല. അപ്പൊ ബഹുള പറയാണ്, ഞാന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗോശാലയിലുള്ള പശുവാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഭഗവാന്റെ ആൾക്കാരാണ്. ഞങ്ങൾ ഒരിക്കലും സത്യവും നീതിയും ധാർമ്മികതയും വിട്ട് ഒരിക്കലും പെരുമാറില്ല എന്ന്
ആ ഒരു പുലിയോടായിട്ട് ബഹുള പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബഹുള വാക്ക് പറയുന്നത് കേട്ടപ്പോൾ പുലി വിചാരിച്ചു, ശരി നീ പോയിട്ട് എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മടങ്ങി വരണമെന്ന് വലിയ രീതിയിലുള്ള താക്കീത് കൊടുത്തിട്ട് ബഹുളയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ബഹുള വളരെയധികം ദുഃഖത്തിലാണ്. രണ്ട് കണ്ണിലൂടെയും കണ്ണുനീർ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ കണ്ണുനീർ വാർത്തുകൊണ്ടാണ് ബഹുള ഇങ്ങനെ നടന്ന് പോകുന്നത്. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്ന ഈ ബഹുള എന്ന് പറയുന്ന പശുവിനെ കാണുന്ന ഒരു യോഗി, അവിടെ ഒരു യോഗി ഈ പശുവിൻ്റെ ഈ രീതിയിലുള്ളൊരു നടന്നു വരവ് കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ബഹുളയോടായിട്ട് പറഞ്ഞു, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും, ഞാനൊരു യോഗിയാണ്, ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം, ഒരു യോഗിയാണ്, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും. നീ ഒരു കാര്യം ചെയ്യൂ, നീ ആ പുലിയുടെ ഇരയാവാനായിട്ട് നിൽക്കണ്ട. ഞാൻ വളരെയധികം വയസ്സായി കഴിഞ്ഞു, എനിക്ക് അധികം പ്രായം ഒരുപാടായി, അതുകൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ അധികം കാലം ജീവിക്കണമെന്ന് യാതൊരു തരത്തിലുള്ള മോഹവുമില്ല. അതുകൊണ്ട് ഞാൻ ആ പുലിയുടെ ഇരയായിക്കോളാം എന്ന് ബഹുളയോടായിട്ട് ആ ഒരു യോഗി പറയുന്നുണ്ട്. പക്ഷേ ബഹുള പറഞ്ഞു, ഇല്ല, ഞാൻ ആ പുലിക്ക് വാക്ക് കൊടുത്തത് ഞാൻ തന്നെ അതിൻ്റെ ഇരയായിക്കോളാം എന്നാണ്. അതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി ഇത്തരം രീതിയിലുള്ള കാഴ്ചപ്പാട് എന്നോട് കാണിച്ചതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. പക്ഷേ എൻ്റെ ധാർമ്മികത എന്നത് എൻ്റെ വാക്ക് ഞാൻ തന്നെ പാലിക്കും എന്നതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ മുലയൂട്ടിയതിന് ശേഷം ഞാൻ ആ പുലിയിലേക്ക് കീഴടങ്ങുന്നതാണ് എന്ന് ബഹുള പറയുന്നുണ്ട്. ഇത് പറയുമ്പോഴും ബഹുളയുടെ കണ്ണിലൂടെ വളരെ വലിയ രീതിയിൽ തന്നെ അശ്രുക്കൾ പൊഴിയുന്നുണ്ട്. കാരണം തനിക്ക് തൻ്റെ കുട്ടിയോട് ഇനി ചെലവഴിക്കാൻ കുറേ സമയമില്ല, മാത്രമല്ല തനിക്ക് ഈ ഭൂമിയിൽ അധികം സമയമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു ജീവൻ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ബഹുള വേഗം തന്നെ ആ ഗോശാലയിൽ പോകുന്നുണ്ട്. അപ്പോൾ ബഹുളയെ കാണുന്ന മറ്റു പശുക്കളും ബഹുളയുടെ കുഞ്ഞും ഓടി അതിൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ബഹുള ഇവരെ കാണുന്ന മാത്രയിൽ തന്നെ വളരെയധികം സങ്കടത്തിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ അടുത്ത് വിളിച്ചിട്ട് ബഹുള പറയുകയാണ്, നീ എന്നിൽ നിന്ന് ഇഷ്ടംപോലെ പാല് കുടിച്ചോളൂ, അമ്മയ്ക്ക് ഇനി അധികം സമയമില്ല ഭൂമിയിൽ, അതുകൊണ്ട് വേണ്ടിടത്തോളം പാല് നീ കുടിക്കൂ. അത് മാത്രമല്ല, നല്ല കുഞ്ഞായിട്ട് വളരണം, ഇവരോടൊപ്പം നിന്ന് ഒരുപാടധികം കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങൾ പഠിച്ച് സത്യസന്ധതയും ധർമ്മവും പാലിച്ച് നല്ല കുഞ്ഞായിട്ട് നീ വളരണമെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അത്രയും പോഷക സമൃദ്ധമായ പാല് തൻ്റെ കുഞ്ഞിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് ബഹുള. അങ്ങനെ ബഹുള പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒപ്പം വളരെ വലിയ രീതിയിൽ കരയുന്നുണ്ട്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നമ്മുടെ കണ്ണൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വൃന്ദാവനത്തിൽ അങ്ങനെ കളിക്കുകയാണ്. ഇവർ കളിക്കുക എന്ന് പറഞ്ഞാൽ ഈ കണ്ണനും കൂട്ടുകാരും മാത്രമല്ല കേട്ടോ, അവരുടെ കൂടെ കുറേ അധികം പശുക്കളും കുറേ അധികം ആട്ടിൻകുട്ടികളും കുരങ്ങന്മാരും കിളികളും മയിലും എല്ലാം ഉണ്ടാവും. എല്ലാ വിധത്തിലുള്ള ജീവജരാചരങ്ങളും ഇവരുടെ കൂടെ കളിക്കാനായിട്ട് കൂടും. കാരണം ഭഗവാന്റെ സാന്നിധ്യം എല്ലാവർക്കും ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രിയം വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇവരിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അരിഷ്ടാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ നമ്മുടെ കണ്ണനെ വധിക്കാനായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അതൊരു കാളയുടെ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ഒരു കറുത്ത നിറത്തിലുള്ള അതിഭീകരമായിട്ടുള്ള വലിയ രൂപമാണ് ആ കാളയുടേത്. ആ കാള വന്നിട്ട് ഇവർ കളിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കണ്ണനെ വധിക്കാനായിട്ട് കൊമ്പൊക്കെ വെച്ച് കുത്താനായിട്ട് വരികയാണ്. അപ്പം അങ്ങനെ കുറേ നേരം യുദ്ധം ചെയ്ത് അതിനോടൊത്ത് വലിയ രീതിയിൽ തന്നെ നമ്മുടെ കണ്ണൻ യുദ്ധം ചെയ്യുന്നുണ്ട്. ഇത് കാണുകയാണ്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെയുള്ള കൂട്ടുകാരൊക്കെ വളരെ വലിയ രീതിയിൽ അന്തം വിട്ട് അങ്ങോട്ട് നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കാളയുടെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മുടെ കണ്ണനാവട്ടെ 9 വയസ്സ് 10 വയസ്സ് മാത്രമുള്ളൊരു കുഞ്ഞു കുട്ടി. അപ്പോൾ ഈ കുട്ടി കാളയുടെ കൊമ്പൊക്കെ പിടിച്ച് ഇങ്ങനെ 2 സൈഡിലേക്കും വലിച്ച് അങ്ങനെ വളരെ വലിയ രീതിയിലൊരു വലിയ മല്ലയുദ്ധത്തിലാണ് ആ കാളയെ അവസാനം മേലെ എടുത്തിട്ട് അങ്ങോട്ട് താഴ്ത്തിട്ട് അടിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ വായിലൂടെയൊക്കെ രക്തമൊക്കെ വന്ന് അങ്ങനെ ആ കാളയെ കൊന്നിട്ട് ഇടുപ്പത്തിൽ 2 കയ്യും കുത്തി നമ്മുടെ ആളങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും മറ്റ് അവരുടെ കൂടെയുള്ള പശുക്കൾക്കും മറ്റു ഗോപികമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ വളരെ വലിയ അത്ഭുതമാണ് തോന്നുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കണ്ണൻ വളരെയധികം അത്ഭുതങ്ങൾ വൃന്ദാവനത്തിൽ പ്രവർത്തിക്കാറുണ്ട്. പക്ഷേ ഭഗവാന്റെ മായാശക്തിയിൽ ഭഗവാന്റെ ആ മായാവിസ്മയം മറ്റെല്ലാവരെയും ബാധിച്ചിട്ട് ഈ കണ്ണൻ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളൊക്കെ ഇവർ വേഗം തന്നെ അത് അത്ഭുതമാണ് എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യാതെ അവരത് മറന്നുപോകും. അപ്പോൾ ഇവരിങ്ങനെ ആശ്ചര്യച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്.
അപ്പോഴാണ് രാധാറാണിയും കൂട്ടുകാരും ഒക്കെ വരുന്നത് അവിടേക്ക്. അപ്പോൾ ഇങ്ങനെ രക്തം ഛർദ്ദിച്ച് കിടക്കുന്ന ഈ ഒരു എന്താ പറയുക, ഈ ഒരു കാളയെ കണ്ടിട്ട് രാധാറാണി കണ്ണനോട് ചോദിച്ചു, കണ്ണ നീയാണോ ഈ കാളയെ വധിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണൻ വലിയ കാര്യമൊക്കെ ചെയ്ത പോലെ, അതായത് വലിയ ഒരു കാര്യം ജയിച്ചതിൻ്റെ ആ ഒരു ഇതിൽ, അതേ ഞാൻ തന്നെയാണ്, ഇവന് ഇത്തിരി കുറുമ്പ് കൂടുതലായിരുന്നു, അതുകൊണ്ട് ഞാൻ അവനെ അങ്ങോട്ട് വധിച്ചു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വലിയ ഒരു രീതിയിൽ ഇങ്ങനെ ആളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാധാറാണിയോട് ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് രാധാറാണിയുടെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് രാധാദേവി പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വരരുത്, നമ്മളൊക്കെ യാദവരാണ്, യാദവരൊക്കെ പശുക്കളെയും പൈക്കളെയൊക്കെ പരിപാലിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പക്ഷേ നീ എന്താ ഇത് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, അതുകൊണ്ട് നിനക്ക് ഇതിൻ്റെ പാപം കഴുകി കളയാനായിട്ട് സപ്തനദിമാരിൽ കുളിച്ചാലേ ഈ പാപം നിന്നിൽ നിന്ന് വിട്ടുപോകുള്ളൂ, നിനക്ക് ആ ഗോഹത്യയുടെ പാപം നിന്നിലുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞിട്ട് രാധാറാണി കണ്ണനോട് വളരെയധികം ക്രോധത്തിൽ പറയാനുണ്ടായത്. അപ്പോൾ രാധാറാണി ദേഷ്യപ്പെട്ട് കാണുന്ന സമയത്ത് കണ്ണനെ വളരെയധികം ദേഷ്യവും സങ്കടവും ഒക്കെ ഉള്ളൊരു വികാരങ്ങളൊക്കെ ഇങ്ങനെ തികട്ടി വരികയാണ്. അപ്പോൾ കണ്ണൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊന്നും അറിയണ്ട, ഞാൻ ഇനി കുറച്ച് നേരം പോട്ടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക്, വനത്തിൻ്റെ ഉള്ളിലേക്ക് ഓടി അങ്ങോട്ട് പോവുകയാണ്. തൻ്റെ ഓടക്കുഴലൊക്കെ എടുത്തിട്ട് സട കുടഞ്ഞ് ഇങ്ങനെ ഓടി പോവുകയാണ് കണ്ണൻ. അങ്ങനെ ഓടി പോയിട്ട് ഒരു ഗുഹയുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോഴാണ് അവിടെ ആ ഗുഹയുടെ ഉള്ളിൽ എന്തൊക്കെയോ കുറേ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ആരൊക്കെയോ സംസാരിക്കുന്നതൊക്കെ പോലെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഭഗവാൻ ഇങ്ങനെ പോവാണ് കേട്ടോ, കണ്ണൻ ഇങ്ങനെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോഴാണ് അവിടെ കാണുന്നത് പുലി നിൽക്കുന്നു. ഒരു പുലി ഇങ്ങനെ നിൽക്കുക, അതിൻ്റെ മുന്നിൽ 3 പേര് നിൽക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ബഹുള എന്ന് പറയുന്ന പശുവും, രണ്ടാമത്തത് നമ്മുടെ ബഹുളയുടെ കുഞ്ഞും, മൂന്നാമത്തത് ആ യോഗി വര്യനും നിൽക്കുകയാണ്. അപ്പോൾ ഈ 3 പേരും പറയാണ് ഞങ്ങളെ കൊന്നോളൂ. അതായത് ബഹുള പറയാണ്, ഇതാ ഞാൻ എൻ്റെ കുഞ്ഞിനെ മുലയൂട്ടി പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ നിൻ്റെ മുന്നിൽ നിൻ്റെ ഇരയാവാനായിട്ട് വന്ന് നിന്നിട്ടുണ്ട്, എന്നെ നീ കൊന്നോളൂ എന്ന് പറഞ്ഞിട്ട് ബഹുള പറയണം. അതേപോലെ ബഹുളയുടെ കുഞ്ഞു പറയാണ്, ഞാൻ ഇന്നലെ ജനിച്ചിട്ടേ ഉള്ളൂ, എൻ്റെ മാംസത്തിന് വളരെയധികം രുചിയാണ്, എൻ്റെ അമ്മയെ വെറുതെ വിടണം, എന്നെ നീ കൊന്നോളൂ, എന്നെ നിൻ്റെ ഇരയാക്കി നീ എടുത്തോളൂ എന്ന് ബഹുളയുടെ കുഞ്ഞു പറയണം. അതേസമയം ആ യോഗിവര്യൻ, ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ, അദ്ദേഹം പറയണ ഇവരെ 2 പേരെയും വെറുതെ വിടണം. ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരുപാട് വർഷം ജീവിച്ചു കഴിഞ്ഞു, എൻ്റെ ഈ ഭൂമിയിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഇനി ഭൂമിയിലെ കർത്തവ്യങ്ങളൊന്നുമില്ല, എന്നെ ഇരയായിട്ട് സ്വീകരിച്ചിട്ട് ഇവരെ 2 പേരെയും വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 3 പേരും ഇതേപോലെ സംസാരിച്ചിട്ട് ആ പുലിയുടെ മുന്നിൽ നിൽക്കുകയാണ്. ശരിക്കും ധർമ്മം എന്താണെന്ന് വെച്ചാൽ പുലിക്ക് വേണമെങ്കിൽ ആ ബഹുള എന്ന് പറയുന്ന പശുവിനെ മാത്രം ഇരയാക്കി എടുക്കാം. പക്ഷേ അവിടെ പുലി വളരെയധികം കണ്ണിങ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. പുലി വിചാരിക്കുകയാണ് 3 പേരും മരിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്, അപ്പോൾ ഇന്നത്തേക്ക് കുശാലായി 3 പേരെയും കൊന്ന് 3 പേരെയും ഇരയായിട്ട് സ്വീകരിക്കാന്ന്. അപ്പോൾ ഈ പുലിയുടെ മനസ്സിനകത്ത് ഓടുന്ന കാര്യങ്ങളൊക്കെ ഈ കണ്ണൻ ഇവിടെ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പുലിയെ നോക്കിയിട്ട് കണ്ണൻ ഇങ്ങനെ വളരെ തുറിച്ച് വേറൊരു രീതിയിൽ പുലിയെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ്. അപ്പോൾ പുലിയുടെ ഉള്ളിൽ എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കണ്ണന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്താണ് നിന്റെ തീരുമാനം എന്ന് കണ്ണൻ പുലിയോടായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുലി തൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു, എന്തായാലും 3 പേരും മരിക്കാനായിട്ട് തയ്യാറായി നിൽക്കല്ലേ, ഞാൻ 3 പേരെയും എൻ്റെ ഇരയായി ഞാൻ സ്വീകരിക്കുമെന്ന് കണ്ണനോടായിട്ട് മറ്റു 3 പേരോടായിട്ട് പുലി വിളംബരം ചെയ്യുകയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ ഭഗവാന് വളരെയധികം ദേഷ്യം വരികയാണ്. മാത്രമല്ല ഇത് കേൾക്കുന്ന ആ 3 ആൾക്കാർ ആകെ ഞെട്ടി അന്താളിച്ചു പോയി. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, എന്ത് ധാർമ്മികതയാണ് നിനക്കുള്ളത്? നീ കാട്ടിൽ ജീവിക്കുന്ന ഒരു മൃഗമല്ലേ, കാടിൻ്റെ നിയമവും ധാർമ്മികതയാണോ നീ പാലിക്കുന്നത്? നിനക്ക് വേണമെങ്കിൽ ബഹുളയെ തിന്നാം, പക്ഷേ വേറെ 2 പേരെ തിന്നാനുള്ള അർഹത നിനക്കില്ല. പക്ഷെ നീ ഇത്തരം രീതിയിൽ ചിന്തിച്ചത് കൊണ്ട് ഈ 3 പേരെയും നീ തിന്നാനായിട്ട് പോകുന്നില്ല, നിന്റെ ഇരയാക്കാനായിട്ട് പോകുന്നില്ല. നീ ഇന്ന് പട്ടിണി തന്നെ കടക്കും. കാരണം ഈ 3 പേരെയും നീ ഭക്ഷിക്കില്ല. കാരണം ധാർമ്മികത വിട്ട് പെരുമാറുന്ന ഏതൊരു ജീവചരാചരത്തിനും വളരെ വലിയ ശിക്ഷയാണ് അനുഭവിക്കാൻ അവർ അർഹര് എന്ന് ഭഗവാൻ ആ പുലിയോടായിട്ട് പറയുകയാണ്. അതിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ തലയിൽ ഇങ്ങനെ ഒന്ന് മാടിയിട്ട് പറഞ്ഞു, ഇത്തരം രീതിയിലുള്ളൊരു പ്രവൃത്തി ഒരിക്കലും ചെയ്യരുത്, അതിൻ്റെ ശിക്ഷയായിട്ട്, ഇങ്ങനെ നീ ചിന്തിച്ചതിൻ്റെ ശിക്ഷയായിട്ട് ഈ 3 പേരെയും നിനക്കിന്ന് ഇരയായിട്ട് ഭക്ഷിക്കാൻ കിട്ടില്ല. ഇനി നീ ഒരുപാട് നീ ധാർമ്മികത വിട്ട് ഇവിടെ കടന്ന് പെരുമാറുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ശരിയായ രൂപത്തിൽ ഞാൻ നിനക്ക് തക്കതായ ശിക്ഷ തരും. അത് മാത്രമല്ല ആ ശിക്ഷ ഒരു പക്ഷേ നിന്റെ ജീവൻ തന്നെ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ണൻ വലിയ രീതിയിലുള്ളൊരു താക്കീത് ആ ഒരു പുലിക്ക് കൊടുക്കണം.
കണ്ണൻ ഈ വാക്കുകൾ കേട്ട മാത്രയിൽ തന്നെ, മാത്രമല്ല ഭഗവാന്റെ ആ സ്പർശനമേറ്റ മാത്രയിൽ തന്നെ ആ പുലിക്ക് ചെറിയ രീതിയിലെ ഭയവും മാത്രമല്ല എന്തോ ഒരു മനംമാറ്റമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ പുലി ആ ഒരു ഗുഹയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഉൾക്കാടുകളിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബഹുളയും ബഹുളയുടെ കുഞ്ഞും മാത്രമല്ല ആ യോഗ്യവര്യനും അവിടെ രക്ഷപ്പെടുകയും ചെയ്തു. ഒരു മൃഗമായിട്ട് പോലും ബഹുള എന്ന് പറയുന്ന ആ ഒരു പശു അവിടെ കാണിച്ച ആ ധാർമ്മിക ബോധത്തിന് വളരെ വലിയ സ്ഥാനമാണ് ഭഗവാന്റെ ഉള്ളിൽ. അപ്പൊ ഭഗവാൻ പറയുകയാണ്, ഇത്രയും ധർമ്മബോധത്തോടെ പെരുമാറിയ നിന്നെ ഈ വനം നിന്റെ പേരിലാണ് അറിയപ്പെടാനായിട്ട് പോകുന്നത്. നിനക്ക് നിന്റെ ജീവൻ, മരണത്തിൽ നിന്ന് നിന്റെ ജീവൻ തിരിച്ചു കിട്ടിയ സ്ഥലമല്ലേ ഇത്. അതുകൊണ്ട് ഈ ഒരു സ്ഥലം ഇനി ബഹുളാവനം എന്ന് അറിയപ്പെടുമെന്ന് ഭഗവാൻ അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വൃന്ദാവനം മുഴുവൻ ഭഗവാന്റെ അധീനതയിലല്ലേ. അപ്പൊ ഭഗവാൻ പറഞ്ഞ എന്താണ് അവിടെ നടക്കാത്തത് അല്ലേ. അപ്പൊ അങ്ങനെയാണ് അവിടെ ബഹുളാവനം ഉണ്ടാവുന്നത്. മരണത്തിൽ നിന്ന് തൻ്റെ ജീവൻ, തൻ്റെയും തൻ്റെ കുഞ്ഞിൻ്റെയും ഒക്കെ ജീവൻ ലഭിച്ച ബഹുളയ്ക്ക് അന്ന് ബഹുളാഷ്ടമി ആയിട്ട് ആഘോഷിക്കും എന്ന് ഭഗവാൻ അങ്ങനെ വിളംബരം ചെയ്യുകയാണ്. ബഹുളാവനത്തിൽ ബഹുളയുടെ ജീവൻ തിരിച്ചു ലഭിച്ച ആ ദിവസം ബഹുളാഷ്ടമിയായിട്ട് ആചരിക്കുകയാണ്. അങ്ങനെ സന്തോഷമായിട്ട് ബഹുളയും അതിൻ്റെ കുഞ്ഞൊക്കെ അദ്ദേഹത്തിൻ്റെ ഗോശാലയിലേക്ക് പോവുകയാണ്. അതായത് കണ്ണൻ്റെ ഗോശാലയിലെ പശുക്കളാണ് ഇവരൊക്കെ. അപ്പോൾ ആ ഗോശാലയിലേക്ക് അവർ തിരിച്ചു പോവുകയാണ്. ഈ മുനിവര്യൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്കും തിരിച്ചു പോവുകയാണ്. അപ്പോഴും ഇവിടെ കണ്ണനെ വളരെയധികം ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. കാരണം രാധാറാണി പറഞ്ഞു ആ ഒരു കാളയെ കൊന്നതിൻ്റെ ആ ഒരു പാപം കണ്ണൻ്റെ മേലെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണനും ആ ദേഷ്യത്തിൽ ഇങ്ങനെ വനത്തിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ കണ്ണനെ അന്വേഷിച്ചുകൊണ്ട് രാധാറാണിയും മറ്റു ഗോപികമാരൊക്കെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ആ ഉൾക്കാടുകളിൽ നിന്ന് അതിമധുരമായിട്ടുള്ളൊരു വേണുഗാനം ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഈ വേണുഗാനം വരുമ്പോൾ എന്തായാലും അറിയാം അത് കണ്ണനല്ലാതെ വേറെ ആരും ഇത്രയും മധുരമായിട്ട് അവിടെ മുരളിക വായിക്കില്ല എന്നത്. അപ്പോൾ വേണുഗാനം വരുന്ന ദിക്കിലേക്ക് രാധാറാണിയും ഗോപികമാരൊക്കെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് കണ്ണൻ ഒരു മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് അങ്ങനെ ഇരുന്ന അത്ര മധുരമായിട്ട് അത്ര മനോഹരമായിട്ട് ഓടക്കുഴൽ ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ണ ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ കണ്ണ ഞാൻ പറഞ്ഞത്. സപ്തനദിമാരിൽ സ്നാനം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പാപം ഇതിലൂടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കണ്ണ എന്ന് പറഞ്ഞിട്ട് രാധാറാണി പറയുന്നുണ്ട്. അപ്പോൾ രാധാറാണി ഇത്രയും റിക്വസ്റ്റ് ചെയ്ത് ഇത്രയും ഒരു നല്ല രീതിയിൽ പറയുന്നത് കേട്ട് കണ്ണൻ ആ മരത്തിൻ്റെ മേലിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് തൻ്റെ പാദം കൊണ്ട് നിലത്തൊരൊറ്റ അടിയടിച്ചു. അപ്പോഴാണ് ആ നിലത്തിൽ നിന്ന് ഇങ്ങനെ കുതുകുതാന്ന് വെള്ളം വരാനായിട്ട് തുടങ്ങി. അങ്ങനെ വെള്ളം വന്ന് അവിടെ ഒരു ചെറിയ കുളം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ കുളത്തിലേക്ക് നമ്മുടെ കണ്ണൻ ചാടിയിട്ട് എന്താ ചെയ്യുന്നത്, അങ്ങനെ മുങ്ങി ആറാടി അങ്ങോട്ട് കുളിക്കുകയാണ്. അപ്പോൾ കണ്ണൻ്റെ യോഗമായയിലൂടെ ഒരു ദൃഷ്ടി വരികയാണ്, അതായത് ഒരു കാഴ്ച വരികയാണ്. ആ കാഴ്ച രാധാറാണിക്ക് മാത്രം കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് സപ്തനദിമാര് ഗംഗേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ഇവരൊക്കെയാണ് സപ്തനദിമാര്. ഈ സപ്തനദിമാരിങ്ങനെ നിരന്ന് നിന്ന് ആ ഒരു ഭഗവാൻ സൃഷ്ടിച്ച ആ കുളത്തിലേക്ക് അവര് ജലം പ്രദാനം ചെയ്യുകയാണ്. അപ്പോൾ ഇത് കാണുന്ന രാധാറാണിക്ക് വളരെയധികം ആശ്ചര്യം തോന്നി. കാരണം സപ്തനദിമാര് എന്ന് പറഞ്ഞാൽ അത്രയും ശ്രേഷ്ഠമാണ്. നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം സപ്തനദിമാർക്ക് വളരെയധികം പ്രാധാന്യമാണ്. അപ്പോൾ സപ്തനദിമാര് കണ്ണൻ ഇങ്ങനെ ഉണ്ടാക്കി ഈ ഒരു ചെറിയ കുളത്തിലേക്ക് ജലം പ്രദാനം ചെയ്യുന്നത് കണ്ടിട്ട് രാധാറാണിക്ക് വളരെ വലിയ ആശ്ചര്യവും സന്തോഷമൊക്കെ തോന്നുകയാണ്. അങ്ങനെ ഒരു ഒറ്റ നിമിഷം ആ കാഴ്ച രാധാറാണി കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് കണ്ണൻ ഇങ്ങനെ ആറാടി കുളിക്കുകയാണ് കേട്ടോ ആ ഒരു കുളത്തില്. അപ്പൊ രാധാറാണി ഗോപികമാരും പറഞ്ഞു, വന്നാ നമുക്കും കുളത്തിലിറങ്ങി കുളിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ കണ്ണൻ പറഞ്ഞു, ഇല്ല ഈ കുളം ഞാൻ സൃഷ്ടിച്ചതാണ്, അതുകൊണ്ട് ഇതിൽ ഞാൻ മാത്രമേ കുളിക്കാൻ പാടുള്ളൂ എന്ന് കണ്ണൻ അവരോട് വലിയ രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രാധാറാണിയും ഗോപികമാരും എന്ത് ചെയ്തു, കണ്ണൻ ഇത് പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് വളരെ വലിയ രീതിയിൽ അവർക്ക് ദേഷ്യവും ഒരു പരിഹാസ ഭാവമൊക്കെ അവർക്ക് തോന്നി. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ തൻ്റെ കൈകളിൽ കടന്ന കുപ്പിവളകളുണ്ടല്ലോ അതിനെ നിലത്തിട്ട് തല്ലി പൊട്ടിച്ചിട്ട് ഈ കുപ്പിവളകൾ കൊണ്ട് മണ്ണ് എടുത്തിട്ട് അവർ ഇതേപോലെ ഒരു ചെറിയ കുളം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും ഈ കുളത്തിൽ നിന്ന് മണ്ണ് ഇതാവുന്ന സമയത്ത് വരുന്നില്ല. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് മാനസഗംഗ എന്ന് പറയുന്ന ചെറിയൊരു അരുവിയോ ഒരു പോലത്തെ ഒരു കുളമോ അരുവി പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഗോപികമാരൊക്കെ അത്രയും ദൂരം നിരന്ന് നിന്ന് ഒരു കുടത്തിൽ മാനസഗംഗയിൽ നിന്ന് വെള്ളം കോരി ഇവിടേക്ക് നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് നിറയുന്നുണ്ട്, പക്ഷെ അത് ഒന്നും ആവുന്നില്ല, അതൊരു കുളം എന്നുള്ള രീതിയിലേക്കൊന്നും വരുന്നില്ല. അപ്പോൾ വളരെ വിഷമിച്ച് നിൽക്കുക. കുറേ നേരം
ഇവരിത് ചെയ്തു, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ രാധാറാണിക്ക് ഇത് കാണുമ്പോൾ വളരെ സങ്കടം വരുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ആ സപ്തനദിമാരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ജലം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ ഭഗവാൻ കുളിക്കുന്ന ആ കുളത്തിൽ. അപ്പോൾ അത് അതിലേക്ക് പോകാനും പറ്റുന്നില്ല. കണ്ണനാണെങ്കിൽ കളിയാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് വളരെയധികം വിഷമത്തിൽ നിൽക്കുക രാധാറാണി. അപ്പോൾ രാധാറാണി ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് അതേപോലെ കണ്ണൻ്റെ അടുത്ത് എങ്ങനെയാണോ സപ്തനദിമാർ വന്നത് അതേപോലെ രാധാറാണിയുടെ മുന്നിൽ, ഈ കാഴ്ച രാധാറാണിക്ക് മാത്രമേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. രാധാറാണിയുടെ മുന്നിൽ സപ്തനദിമാരിങ്ങനെ നിരന്ന് നിന്നിട്ട് ഞങ്ങൾ ദേവിയെ സഹായിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന രാധാറാണിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. കണ്ണിലൂടെ ധാരധാരയായ അശ്രുക്കൾ വരികയാണ്. അപ്പോൾ ദേവി സപ്തനദിമാരോട് വളരെ വലിയ രീതിയിൽ തൊഴുത് കേണ അപേക്ഷിച്ച് ആ ഒരു സഹായം സ്വീകരിക്കുകയാണ്. അങ്ങനെ ശ്യാം കുണ്ടിന്റെ, അപ്പോൾ ഭഗവാന്റെ ഈ കുളത്തിന്റെ പേരാണ് കേട്ടോ ശ്യാം കുണ്ട്. ഈ ശ്യാം കുണ്ടിന്റെ വളരെ അടുത്തായിട്ട് തന്നെ സപ്തനദിമാര് വേറൊരു കുളവും കൂടെ രാധാദേവിക്കായിട്ട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കുളമാണ് രാധാകുണ്ട്. അതായത് രാധാദേവി മറ്റു ഗോപികമാരൊക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കുളമാണ് രാധാകുണ്ട്. ഈ 2 കുളങ്ങളും ഉണ്ടാവുന്നത് ബഹുളാഷ്ടമി ദിവസമാണ്. അതായത് ബഹുളാവനത്തിൽ വെച്ച് ബഹുളാഷ്ടമി ദിവസമാണ് ഈ 2 കുളങ്ങളും ഉണ്ടാവുന്നത്. ഇന്നും വൃന്ദാവനത്തിലെ ബഹുളാഷ്ടമി ദിവസം ഈ 2 കുളങ്ങളിൽ സ്നാനം ചെയ്യുന്നത് അതിശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കഥ. ഈ കഥ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ കഥ ഞാൻ ഭഗവാന്റെ മുന്നിൽ ഈ ദാമോദര മാസത്തിൽ ഞാൻ സമർപ്പിക്കുകയാണ്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീകൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. അടുത്ത വീഡിയോയിലൂടെ കാണാം.